അതിജീവന കഥകളുമായി ആടുജീവിതവും 2018 ആത്മസംഘർഷങ്ങളെ അവതരിപ്പിച്ച കാതലും ഉള്ളൊഴുക്കും. അങ്ങനെ ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങൾ ഇറങ്ങിയ വർഷമായിരുന്നു 2023. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള അന്തിമ റൗണ്ടിൽ കടുത്ത മത്സരമാണ്. കാതലിലെ മാത്യുവായി അവതരിപ്പിച്ച മമ്മൂട്ടിയോ ആടുജീവിതത്തിലെ നജീബായി മാറിയ പൃഥ്വിരാജോ അതോ റിലീസിനെത്താത്ത ചിത്രങ്ങളിലെ പ്രകടനത്തിന് മറ്റാരെങ്കിലുമോ? മികച്ച നടൻ ആരാകുമെന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. കഴിഞ്ഞ വർഷവും മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനും ഇക്കുറി കടുത്ത മത്സരമാണ്. ഉള്ളൊഴുക്കിലെ ലീലാമ്മയായി വേഷമിട്ട് ഉർവശിയെയും അഞ്ജുവായി എത്തിയ പാർവതി തിരുവോത്തിനെയും മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. നേരിലെ പ്രകടനത്തിലൂടെ അനശ്വര രാജനും ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയദർശനും മത്സരത്തിനുണ്ട്. ജിയോ ബേബിയോ ബ്ലസ്സിയോ ക്രിസ്റ്റോ ടോമിയോ ആരാകും മികച്ച സംവിധായകൻ എന്നതിലും ആകാംക്ഷയുണ്ട്. ആടുജീവിതത്തിലൂടെ AR റഹ്മാനാകുമോ മികച്ച സംഗീത സംവിധായകൻ, അതോ സുഷിൻ ശ്യാമിനെ തേടിയെത്തുമോ പുരസ്കാരം എന്നതും നാളെ അറിയാം. 160 ചിത്രങ്ങളാണ് മത്സരത്തിനുള്ളത്. ഇതിൽ 84 എണ്ണവും നവാഗത സംവിധായകരുടേതാണ്. തിയേറ്ററിൽ റിലീസാകാത്ത രാജ്യാന്തര മേളകളിലടക്കം ശ്രദ്ധ നേടിയ ചിത്രങ്ങളും നിരവധിയുണ്ട്. സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിശ്ചയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.